നമുക്ക് പൂതി വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മജ്ബൂസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ അരി കഴുകിയിട്ട് 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. പിന്നെ അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ജീരകം, മല്ലി ഇതെല്ലാം ഇടുക. അതിനുശേഷം ഉള്ളി, ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. പിന്നെ തക്കാളി ഇതിനകത്ത് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇടുന്നത്, അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് പേസ്റ്റ് ആക്കിയത് അതും ഇടുക. ഇതിലേക്ക് പിന്നെ ക്യാപ്സിക്കം നേരത്തെ ചേർക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയോണ്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇടുക. പിന്നെ കാര്യമായിട്ട് വേണ്ടത് മന്തി മസാലയാണ്, അതൊരു 1-2 സ്പൂൺ ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇനിയിലേക്ക് വേണ്ടത് 2 മാഗി ക്യൂബും കൂടിയാണ്. മാഗി ക്യൂബ് പൊടിച്ചിട്ട് അതും കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. വെള്ളം ആർന്ന് നല്ലോണം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേവിച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ആക്കി വെക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അരിയിടുക. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് നിന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ കൂടി വെക്കാം. ഇപ്പോൾ ഒരടുപ്പത്ത് നിന്ന് ചോറാകുന്നുണ്ട്, ഇപ്പുറത്തെ അടുപ്പത്ത് നിന്ന് ചിക്കനും ഫ്രൈ ആകുന്നുണ്ട്. ചോറ് വെന്താൽ അടുപ്പത്ത് നിറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പച്ചമുളകും കുത്തി വെക്കുക. അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും വെക്കുക. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ചാർക്കോൾ ഒരു പാത്രത്തിൽ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടൊരു പുകയാക്കിയിട്ട് എടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മജ്ബൂസ് റെഡി ആയിട്ടുണ്ടാവും.